പൊതുവിടങ്ങളിൽ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും തുറിച്ചുനോട്ടങ്ങളെ സർവൈവ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുക, അല്ലെ? അന്യനായിട്ടുള്ള ഒരാൾ എന്തിനാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അത് പുരുഷന്റെ വൈകൃതമാണെന്നും പുരുഷന്മാർ ഇങ്ങനെയാണെന്നും അതുകൊണ്ട് പർദ്ദ ധരിച്ചാൽ മതി എന്നുമൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിച്ച് പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ സ്ത്രീകൾക്ക് മാത്രമായി ടിപ്പ് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങൾ 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, അർദ്ധരാത്രി പുറത്തിറങ്ങാൻ പാടില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, നിങ്ങൾ ലെഗിങ്സ് ധരിക്കാൻ പാടില്ല, നിങ്ങൾ കുറച്ചുകൂടി കഴുത്തിറങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ആണുങ്ങളുടെ തുറിച്ചുനോട്ടങ്ങളിൽ നിന്ന് ഒഴിച്ചു മാറാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകൾക്ക് മാത്രമായി ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടേത്. എന്നാൽ കാലം മാറി ആധുനിക യുഗത്തിലെത്തുന്ന ഘട്ടത്തിലും ഇതേ അവസ്ഥയിൽ കൂടി തന്നെ സ്ത്രീകൾ കടന്നു പോകേണ്ടി വരുന്നു. സാധാരണഗതിയിൽ ആളില്ലാത്ത ബഹളമില്ലാത്ത ഇടവഴികളിലും ഒക്കെ നിന്നുകൊണ്ടാണ് പണ്ട് മുതലേ ഈ സ്ത്രീകൾക്കുള്ള തുറിച്ചുനോട്ടങ്ങൾ അല്ലെങ്കിൽ അവരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒളിച്ചും പാത്തുമൊന്നുമല്ല. എവിടെ സ്ത്രീ നിന്നാലും അത് നോക്കും. പണ്ടും നോക്കിയിരുന്നു. ഇപ്പോൾ അത് മൊബൈൽ ഫോണിൽ കൂടി സ്ത്രീകൾ അത്യാവശ്യം വോയിസും ധൈര്യവും ഒക്കെ ഉള്ള സ്ത്രീകൾ അത് പറയാൻ തുടങ്ങിയതോടുകൂടി എക്സ്പോസ്ഡ് ആയി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നൈറ്റ് ലൈഫിനൊക്കെ വളരെ പ്രശസ്തമായ കൊച്ചി, നമ്മുടെ മെട്രോ സിറ്റിയാണ് കൊച്ചി. കൊച്ചിയിൽ സെലിബ്രിറ്റി ഇന്റർവ്യൂ ആയിട്ടുള്ള മെഹർ ഫാത്തിമ അവർക്ക് കഴിഞ്ഞ ദിവസം നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. രാത്രി 10 മണിയോടുകൂടി അവരുടെ ജോലി പൂർത്തീകരിച്ച വീട്ടിലേക്ക് യൂബർ കാത്തു നിൽക്കുന്ന സമയത്താണ് നിരവധിയായിട്ടുള്ള ആണുങ്ങൾ ബൈക്കിലും അല്ലാതെയും ഒക്കെയായി വന്ന് ഇവരെ തുറിച്ചു നോക്കുന്നതും അവരെ ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നതും പണം കൊടുത്താൽ കൂടെ പോരുമോ എന്ന തരത്തിൽ ഇവരോട് വിളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ മെഹർ ഫാത്തിമ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ ഉടനീളം നിരവധി ആളുകളെ എത്രയൊക്കെ ആണുങ്ങളാണ് ഈ പെൺകുട്ടികൾ രണ്ടുപേരുള്ളതിൻ്റെ അടുത്തേക്ക് വരുന്നതെന്നും പുറകെ നിൽക്കുന്നതെന്നും സ്റ്റോക്ക് ചെയ്യുന്നതെന്നും ഒക്കെ മെഹർ ഫാത്തിമ വളരെ വൃത്തിയായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ കമന്റ് ബോക്സിലേക്ക് ഇനി വരാൻ നീയൊക്കെ പാതിരാത്രി ഇറങ്ങി നടന്നിട്ടല്ലേ നിന്നെയൊക്കെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയുന്ന ആളുകളോടും ഇത് ഒരു പബ്ലിക് സ്പേസ് ആണെന്നും കേവലം 10 മണിയായതേ ഉള്ളൂ എന്നും ജോലി കഴിഞ്ഞാണ് വരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്നും ചോദിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ മെഹർ ഫാത്തിമയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് അല്ലെങ്കിൽ മെഹർ ഫാത്തിമയെ ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് കേരള പോലീസാണ്. കേരള പോലീസിന്റെ 100 എന്ന നമ്പറിലേക്ക് മെഹർ ഫാത്തിമ അപ്പോൾ തന്നെ കോൾ ചെയ്യുന്നു. 5 മിനിറ്റിനുള്ളിൽ കേരള പോലീസ് സ്ഥലത്തെത്തുന്നു. വളരെ സേഫായി യൂബറിൽ ഇവരെ കയറ്റി വീട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സലിംകുമാറിന്റെ ഒരു പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്, ഏതാണ് സാർ സ്ത്രീക്കുള്ള മാത്രമായുള്ള അസമയം എന്നാണ്. അതായത് പകൽ സമയങ്ങൾ മാത്രം സ്ത്രീകൾ പുറത്തിറങ്ങി രാത്രിയൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജോലിക്കായി പോയൊരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണിയെടുത്താൽ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അത്താണി ഒന്നുമല്ല. അത് അവരുടെ ഇഷ്ടമോ ആയിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കാൻ ആരാണ് ഈ സ്ത്രീകൾക്ക് പ്രത്യേകമായി ലൈസൻസ് അനുവദിക്കേണ്ടത്? ഒരു പ്രൊട്ടക്ഷനായ ഒരു ആൺ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണോ കൊച്ചി പോലെയെങ്കിലും, ഏറ്റവും കുറഞ്ഞ പക്ഷം പുരോഗമിക്കുന്ന കൊച്ചി പോലുള്ളൊരു സ്ഥലത്തെങ്കിലും ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മെഹർ ഫാത്തിമ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ, അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഇടിട്ട് ഒരു വോയിസ് ഓവറും കൊടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലാണ് ആളുകൾ ഇവരോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കണം, സേഫ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിരവധി ആളുകൾ പുറകെ നടന്ന ആണുങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതിൽ ഫീൽസ് ഓഫ് കൊച്ചി എന്ന് പറയുന്ന ഏകദേശം 100 ഫോളോവേഴ്സിന് മുകളിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു കമന്റ് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ചങ്ങമ്പുഴ പാർക്കിന്റെ മുമ്പിൽ 10 മണി മുതൽ ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കാറുണ്ട്. കുറേ പേർ കാറിനും ബൈക്കിനും വന്ന് അവരെ കൊണ്ടുപോകുന്നതും കാണാറുണ്ട്. നിങ്ങളെ വന്നവർ തെറ്റിദ്ധരിച്ചായിരിക്കും. ചെങ്ങമ്പുഴ പാർക്ക് പാലാരിവട്ടവും നിൽക്കുമ്പോൾ അങ്ങനെയാണ്, സേഫ് ആയിട്ട് നിൽക്കൂ എന്നാണ് പറയുന്നത്. നോക്കൂ, രാത്രി ഇറങ്ങി നിൽക്കുന്ന എല്ലാ സ്ത്രീകളും ഇതുപോലെ ലൈംഗിക വൃത്തിക്കായി നിൽക്കുന്ന സ്ത്രീകളാണ് എന്ന തരത്തിലാണ് പൊതുവിൽ ആളുകൾ നോക്കുകയും നടക്കുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മീഡിയ പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജെൻഡർ നോക്കാതെ നമ്മൾ പണിയെടുക്കുന്ന പ്രൊഫഷനാണിത്. ഒരു പ്രൊഫഷനിൽ അങ്ങനെ ജെൻഡർ ഒന്നുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ ജോലിക്കായി പോയ ഒരു പെൺകുട്ടിയാണ് ഈ അനുഭവം പറഞ്ഞത്. മെഹറിന് ഇത് പറയാൻ സാധിക്കുന്നത് മെഹറിന് അങ്ങനെ പറയാനുള്ള ധൈര്യമുള്ളത് കൊണ്ടാണ്. ഓരോ ദിവസവും എത്രയോ സ്ത്രീകളായിരിക്കും ഇത്തരത്തിലുള്ള ട്രോമകളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബ്യൂസുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തുറിച്ചുനോട്ടങ്ങൾ അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും കൂടെ കിടക്കാനുള്ളവരായിട്ട് വിളിക്കാമെന്നുള്ള ആണുങ്ങളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും മെഹറിന് അഭിവാദ്യങ്ങൾ.